Hi students, Reconstitution of Partnership, Admission of a Partner എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം സോൾവിങ് സെഷനിലാണ് നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളായിട്ട് ഉള്ളത്. റീവാലുവേഷൻ അക്കൗണ്ട് എന്താണ്, എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ തയ്യാറാക്കാം എന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിലെ റീവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉൾപ്പെടുന്ന മറ്റൊരു ഇല്ലസ്ട്രേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മൾ റീവാലുവേഷൻ്റെ ജേണൽ എൻട്രീസ്, ക്യാപിറ്റൽ അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ജേണൽ എൻട്രീസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു മുൻധാരണ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റും തയ്യാറാക്കാം. ഓക്കെ. എ ആൻഡ് ബി ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് 3/4 ആൻഡ് 1/4. എയും ബിയും പാർട്ട്നേഴ്സായ സ്ഥാപനത്തിൽ ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:1 ആണ്. 3/4 ആൻഡ് 1/4. Their balance sheet on December 31st, 2016 was as follows. 2016 ഡിസംബർ 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഇവരുടെ ബാലൻസ് ഷീറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അസറ്റ്സ് ഉണ്ട് കുറേ, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽ റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫിക്ചേഴ്സ് ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തുടങ്ങിയ അസറ്റ്സും, അതുപോലെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി ഉണ്ട്. കൂടാതെ ഒരു റിസർവ് ഈ സ്ഥാപനത്തിനുണ്ട്, റിസർവ് ഫണ്ട് 4,000. ദെൻ 2 പേരുടെയും ക്യാപിറ്റൽ 30,000 രൂപയും 16,000 രൂപയും ക്യാപിറ്റലും ഈ സ്ഥാപനത്തിനുണ്ട്. On January 1st, 2017, C was admitted into partnership on the following terms. That C pays ₹10,000 as his capital. ജനുവരി 1, 2017 സി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ സ്ഥാപനത്തിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ടേംസിൽ പറയുന്നത് സി 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരണം സ്ഥാപനത്തിലേക്ക്. അതുകൂടാതെ സി പേസ് ₹5,000 ഫോർ ഗുഡ് വിൽ, 5,000 രൂപ പ്രീമിയം ഫോർ ഗുഡ് വിൽ കൊണ്ടുവരണം. ഹാഫ് ഓഫ് ദിസ് എമൗണ്ട് ഈസ് ടു ബി വിഡ്രോൺ ബൈ എ ആൻഡ് ബി. എയും ബിയും അവർക്ക് ഈ പ്രീമിയം ഷെയറായി കിട്ടുന്ന എമൗണ്ടിൻ്റെ പകുതി വീതം വിഡ്രോ ചെയ്യാം. ദെൻ ദാറ്റ് സ്റ്റോക്ക് ആൻഡ് ഫിക്ചേഴ്സ് ബി റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്ക്, ഫിക്ചേഴ്സ് ഈ 2 അസറ്റ്സും 10% വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് 5% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ. സൺട്രി ഡെപ്റ്റേഴ്സിനും അതുപോലെ ബിൽ റിസീവബിളിനും 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അഥവാ ഈ 2 അസറ്റ്സിൻ്റെ വാല്യൂ ഇതേപോലെ കുറയാണ്, പ്രൊവിഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ there being a claim against the firm for damages, a liability to the extent of ₹1,000 should be created. നമ്മുടെ ഈ ഫേമിനെതിരായിട്ടൊരു ഡാമേജ് ക്ലെയിം വന്നിട്ടുണ്ട്. ഡാമേജ് ക്ലെയിം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സ്ഥാപനത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത കുറേ ഗുഡ്സിൽ 1,000 രൂപയുടെ ഗുഡ്സ് ഡിഫക്റ്റ് ഉള്ളതായിരുന്നു. 1,000 രൂപയുടെ ഗുഡ്സ് ഡിഫക്റ്റ് ഉള്ളതായിരുന്നെങ്കിൽ ആ 1,000 രൂപ നമ്മൾ ആ പാർട്ടിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പുതുതായിട്ടൊരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ക്ലെയിം ഫോർ ഡാമേജസ് എന്ന് പറയുന്നൊരു പുതിയ ലാബിലിറ്റി കൂടി നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ദെൻ ആൻ ഐറ്റം ഓഫ് ₹650 ഇൻക്ലൂഡഡ് ഇൻ സൺട്രി ക്രെഡിറ്റേഴ്സ് ഈസ് നോട്ട് ലൈക്ലി ടു ബി ക്ലെയിംഡ് ആൻഡ് ഹെൻസ് ഷുഡ് ബി റിട്ടേൺ ബാക്ക്. 650 രൂപ സൺട്രി ക്രെഡിറ്റേഴ്സിൽ ഉൾപ്പെട്ട 650 രൂപ നമ്മൾ കൊടുക്കേണ്ടതില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ലാബിലിറ്റി കുറയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് അക്കൗണ്ട് ചെയ്യണം. പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് സി. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ടാണ് ചെയ്യുന്നത്. റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുക? ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ് ഡെബിറ്റ് ചെയ്യും, ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാബിലിറ്റി ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് ലാബിലിറ്റി ക്രെഡിറ്റ് ചെയ്യും, അൺറെക്കോർഡഡ് അസറ്റ് ക്രെഡിറ്റ് ചെയ്യും, അൺറെക്കോർഡഡ് ലാബിലിറ്റി
ഡെബിറ്റ് ചെയ്യും. ഇതിൻ്റെയൊക്കെ ജേണൽ എൻട്രീസും നമുക്കറിയാം. അപ്പോൾ നമുക്ക് റീവാലുവേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ആ വിവരങ്ങളിലേക്ക് വീണ്ടും പോവാം. സ്റ്റോക്ക് ആൻഡ് ഫിക്ചേഴ്സ് ബി റെഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്കിൻ്റെ വാല്യൂ കുറഞ്ഞു. ഒരു അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ ആ കുറവ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യുക. ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട്. എത്ര രൂപ? 2000 രൂപ. 2000 രൂപ എങ്ങനെ? സ്റ്റോക്കിൻ്റെ വാല്യൂ 20,000 ആണ്, അതിൻ്റെ 10% കുറഞ്ഞത്. അതുപോലെ ഫിക്ചേഴ്സിൻ്റെ വാല്യൂ 10% കുറഞ്ഞതായി പറയുന്നു. അപ്പോൾ അതിൻ്റെ 10% എത്രയാണ്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫിക്ചേഴ്സ് ₹1000. ഓക്കെ, ദെൻ അടുത്ത എന്താ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽ റിസീവബിൾ. എത്ര പെർസെൻറ്റേജാണ്? 5%. ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 16,000. 16,000ൻ്റെ 5% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 800. 16,000ൻ്റെ 5% 800 രൂപ. തന്നെ ഇതുപോലെ ബിൽ റിസീവബിളിലും നമ്മൾ എന്ത് ചെയ്യണം? 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ബിൽ റിസീവബിൾ 3000ൻ്റെ 5% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 150 രൂപ. ഓക്കെ, ഇതിന് അടുത്ത എന്താണ് റീവാലുവേഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുള്ളത്? ദ വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് ബി അപ്രീസിയേറ്റഡ് ബൈ 20%. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 25,000 രൂപയുണ്ട്, അതിൻ്റെ വാല്യൂ 20% ഇൻക്രീസ് ആണ് നമ്മൾ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് റീവാലുവേഷൻ നടത്തിയപ്പോൾ. 25,000ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവും? 5,000 രൂപ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അഥവാ ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ബൈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 5,000. ദെൻ ഇതുപോലെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ആൻ ഐറ്റം ഓഫ് ₹650 ഇൻക്ലൂഡഡ് ഇൻ സൺട്രി ക്രെഡിറ്റേഴ്സ് ഈസ് നോട്ട് ലൈക്ലി ടു ബി ക്ലെയിംഡ് ആൻഡ് ഹെൻ ഷുഡ് ബി റിട്ടേൺ ബാക്ക്. 650 രൂപയുടെ ക്രെഡിറ്റേഴ്സിന് ഇനി കൊടുക്കേണ്ട കാര്യമില്ല, അഥവാ ഡിക്രീസ് ഇൻ ലാബിലിറ്റിയാണ്. ഇതെന്ത് ചെയ്യാം? റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റീവാലുവേഷൻ. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ് 650. ദെൻ നമ്മളിവിടെ ഒരു ഐറ്റം കൂടി ഉണ്ട്. ഒരു പുതിയ ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ലാബിലിറ്റി എന്ത് ചെയ്യണം? അക്കൗണ്ട് ചെയ്യണം. ഒരു ക്ലെയിം ഫോർ ഡാമേജസ് എത്ര രൂപയാണ്? 1000 രൂപ പുതിയ ലാബിലിറ്റി. അപ്പോൾ നമ്മൾ അസറ്റ് ആൻഡ് ലാബിലിറ്റി റീവാലുവേഷൻ്റെ എല്ലാ എൻട്രീസും റീവാലുവേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. നമുക്ക് ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം. ഇതിൽ ഏത് സൈഡാണ് കൂടുതൽ? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. 5,650 നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് മാറ്റി എഴുതി. ദെൻ അതിൻ്റെ ഡിഫറൻസ് 1,600 രൂപ. ഇതെന്താണ്? ക്രെഡിറ്റ് സൈഡ് കൂടുതലായതുകൊണ്ട് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? പഴയ പാർട്ട്നേഴ്സിനുള്ളതാണ്, അഥവാ എക്കും ബിക്കും ഉള്ളതാണ്. അത് ഏത് റേഷ്യോയിലാണ് അവർ ഡിവൈഡ് ചെയ്യേണ്ടത്? 3:1 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,200 ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 400. അപ്പോൾ ഈ 1,600 റീവാലുവേഷൻ പ്രോഫിറ്റ് കിട്ടിയത് ആർക്കാണ്? പഴയ പാർട്ട്നേഴ്സിന്. ഒരാൾക്ക് 1,200 രൂപ കിട്ടി, ഒരാൾക്ക് 400 രൂപ കിട്ടി. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ബി ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ആദ്യം എഴുതേണ്ടത്. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എ ₹30,000 ആൻഡ് ബി ₹16,000. എയുടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ 30,000, ബിയുടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ 16,000. ദെൻ സിയുടെ ക്യാപിറ്റൽ, സി പുതിയ പാർട്ട്ണറാണ്. ബൈ ക്യാഷ് എത്ര രൂപയാണ് കൊണ്ടുവരുന്നത്? സി പേസ് ₹10,000 ആസ് ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സീസ് ക്യാപിറ്റൽ എന്നാണ് ജേണൽ എൻട്രി. അപ്പോൾ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ്. ദെൻ ഇയാൾ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ് വിൽ. ബൈ പ്രീമിയം ഫോർ ഗുഡ് വിൽ അത് ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോവും? പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോവും. എന്ത് റേഷ്യോയിലാണ് അത് ഡിവൈഡ് ചെയ്യേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ മാറ്റമുള്ളതായിട്ടുള്ള യാതൊരു ഇൻഫോർമേഷനും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പഴയ റേഷ്യോ 3:1 അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നെയായിരിക്കും ഈ കേസിലെ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ 5,000 ഇൻറ്റു 3/4 ഈക്വൽ ടു 3,750. 1/4 ഈക്വൽ ടു 1,250. അപ്പോൾ പ്രീമിയം ഫോർ ഗുഡ് വിൽ എക്കും ബിക്കും ഡിവൈഡ് ചെയ്തു. നമുക്കിവിടെ റിസർവ് ഫണ്ട് ഉണ്ട്.
ഈ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ. റിസർവ് ഫണ്ട് എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ജേണൽ എൻട്രി എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അഥവാ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ റിസർവ് ഫണ്ട് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്ത് ചെയ്യണം? ഇത് സ്ഥാപനത്തിൻ്റെ മുൻകാലങ്ങളിലെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ചതാണ്. അഥവാ മുൻ വർഷങ്ങളിലെ പ്രോഫിറ്റിൻ്റെ ഭാഗമായിരുന്നു റിസർവ് ഫണ്ട്, പാർട്ട്നേഴ്സിന് കൊടുക്കാതെ പിടിച്ചു വെച്ചതാണ്. ഓക്കെ, അപ്പോൾ അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. ഈ 4000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യണം. റിസർവ് ഫണ്ട് 4000 ഇൻറ്റു ഓൾഡ് റേഷ്യോ 3/4 ഈക്വൽ ടു 3000 ഫോർ എ ആൻഡ് 1/4000 ഫോർ ബി. എക്ക് 3000 രൂപയും ബിക്ക് 1000 രൂപയും റിസർവ് ഫണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കിട്ടി. ദെൻ പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരേണ്ടത് റീവാലുവേഷൻ പ്രോഫിറ്റാണ്. റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ എത്രയാണ് കണ്ടത്? അപ്പോൾ ആ റീവാലുവേഷൻ പ്രോഫിറ്റ് 1600 രൂപയാണ് നമ്മുടെ ടോട്ടൽ റീവാലുവേഷൻ പ്രോഫിറ്റ്. അതിൽ 1200 രൂപ എക്കും 400 രൂപ ബിക്കുമാണ് വന്നത്. റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എസ് ക്യാപിറ്റൽ 1200, ബീസ് ക്യാപിറ്റൽ 400 രൂപ. ദെൻ ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ഹാഫ് ഓഫ് ദ സം ഈസ് ടു ബി വിഡ്രോൺ ബൈ എ ആൻഡ് ബി. അവർക്ക് കിട്ടിയ എക്കും ബിക്കും പ്രീമിയമായി കിട്ടിയ എമൗണ്ടിൻ്റെ പകുതി വീതം അവരുടൻ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ക്യാഷ് വിഡ്രോ ചെയ്യാണല്ലോ. എത്ര വീതമാണ് വിഡ്രോ ചെയ്യുന്നത്? 3750 പകുതി, അതുപോലെ 1250 പകുതി ബി. അപ്പം എങ്ങനെ ഉണ്ടാവും? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാഷ് 3750 പകുതി 1875, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാഷ് 1250 പകുതി 625. ഓക്കെ, ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരാനുള്ളത്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രെഡിറ്റ് സൈഡിനെ ടോട്ടൽ ചെയ്ത് 37,950, ബിയുടെ കേസിൽ 18,650, സിയുടെ ക്യാപിറ്റൽ 10,000. ദെൻ ഡെബിറ്റിലേക്ക് മാറ്റി എഴുതി അതിൻ്റെ ഡിഫറൻസ് 37,950 മൈനസ് അയാൾ വിഡ്രോ ചെയ്ത ക്യാഷ് ലെസ് ചെയ്തപ്പോൾ 36,075, ബിയുടെ കേസിൽ 18,025, സിയുടെ ക്യാപിറ്റൽ ക്ലോസിംഗ് ബാലൻസ് 10,000 രൂപ. ഓക്കെ, ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് എ 36,075, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് ബി 18,025, സിയുടെ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ 10,000 രൂപയും. ദെൻ നമ്മളിനി എന്താ ചെയ്യേണ്ടത്? സിയുടെ അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനുള്ള വിവരങ്ങൾ നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റും നമ്മൾ തയ്യാറാക്കിയ റീവാലുവേഷൻ അക്കൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആൻസർ പോർഷൻ ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? വീണ്ടും ഇത് എഴുതിയെടുക്കാതെ നേരത്തെയുള്ള നമ്മൾ എഴുതിയെടുത്ത ക്വസ്റ്റ്യൻ്റെ കൂടെയുള്ള ബാലൻസ് ഷീറ്റും നമ്മൾ തയ്യാറാക്കിയ റീവാലുവേഷൻ അക്കൗണ്ടും നോക്കിക്കൊണ്ടാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? അസറ്റ് സൈഡിലുള്ളത് ക്യാഷ് അറ്റ് ബാങ്ക്. ആദ്യം ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഓപ്പണിങ്ങിലുണ്ട്? അഥവാ സി എ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് 26,500 രൂപയുണ്ട്. സി എ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അയാൾ എന്ത് ചെയ്തു? 10,000 രൂപ ക്യാപിറ്റലും 5,000 രൂപ പ്രീമിയം ഫോർ ഗുഡ്വില്ലും കൊണ്ടുവന്നു. അതിൽ നിന്ന് പകുതി വീതം എയും ബിയും വിഡ്രോ ചെയ്തു. അപ്പോൾ 26,500 പ്ലസ് 10,000 പ്ലസ് 5,000 പ്രീമിയം ഫോർ ഗുഡ്വിൽ മൈനസ് 2 പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്ത എമൗണ്ട് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് 39,000 രൂപയായിരിക്കും. ഓക്കെ, ദെൻ ബിൽ റിസീവബിൾ 3,000 ആണ്. അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 150 രൂപ ഈക്വൽ ടു 2,850. ദെൻ ഡെപ്റ്റേഴ്സ് 16,000 ആണ്. ലെസ് പ്രൊവിഷൻ 800 ഈക്വൽ ടു 15,200. ദെൻ സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ, 2,000 രൂപ കുറവ് വന്നിട്ടുണ്ട്. ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്. സ്റ്റോക്കിൻ്റെ വാല്യൂ ഇവിടെ 20,000 ആണ്. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ എത്രയായിരിക്കും? 18,000. ദെൻ ഫിക്ചേഴ്സിൻ്റെ വാല്യൂ 1,000 രൂപയാണ്. അതിൽ 100 രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫിക്ചേഴ്സിൻ്റെ പുതിയ വാല്യൂ നമ്മൾ ബാലൻസ് ഷീറ്റിൽ വരുന്നത് 9,000 രൂപ. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്
25,000 രൂപയാണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? 5,000 രൂപ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 30,000 രൂപ. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ 41,500 ആയിരുന്നു. അതിൽ കുറച്ച് വാല്യൂ കുറഞ്ഞിട്ടുണ്ട്, 650 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി 40,850. ദെൻ റിസർവ് ഫണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിലേക്ക് എഴുതാൻ പാടുണ്ടോ ഇനി? ഇല്ല, കാരണം റിസർവ് ഫണ്ടിനെ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ റിസർവ് ഫണ്ട് പാടില്ല, കാരണം അതിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ക്ലെയിം ഫോർ ഡാമേജസ്. 1,000 രൂപ നമുക്ക് പുതിയൊരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി ആയി കാണിക്കണം. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, എയും ബിയും സിയും ഉള്ള ആ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഓരോരുത്തരുടെയും ക്ലോസിംഗ് ബാലൻസ്, എ 36,075, ബി 18,025, സി 10,000 രൂപ. ടോട്ടൽ ക്യാപിറ്റൽ, ഫേമിൻ്റെ ക്യാപിറ്റൽ 63,100 രൂപ. ദെൻ ബാലൻസ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിനെ ടോട്ടൽ ചെയ്യണം. 1,05,950 രൂപ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. കൃത്യമായി ജേണൽ എൻട്രീസ് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുക. താങ്ക് യു.